വരൂ 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 ഇറങ്ങാളൂ വരൂ 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 പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങും മനുഷ്യ വേഗം വരൂ. ആ ബാലൻസ് പൈസ കിട്ടിയില്ലല്ലോ തായോ. ഏത് ബാലൻസ്? ഏത് ബാലൻസ്? 14 രൂപ 45 പൈസ. അത് തന്നാണല്ലോ. എന്റെ പൊന്ന് ചേട്ട ഇയാള് ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി പൈസ വെച്ചിട്ട് തരണില്ലാന്നേ. ബാക്കി തരാല്ല. ഓഹോ, അപ്പൊ ഇത് സ്ഥിരം പരിപാടിയാണല്ലേ? ബാക്കി കാശ് കൊടുക്കും. പാസഞ്ചേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ബാക്കി കാശ് കൊടുക്കണോ? വലിയ കഷ്ടമല്ലോ. മടി. കാശ് കറക്റ്റ് ആണെന്ന് നീ കറക്റ്റ് തന്നെ. ഓക്കെ. എന്തോ നാളായത് ടിക്കറ്റ് വാങ്ങുമ്പോൾ തന്നെ ബാലൻസോടെ ചോദിച്ചു വാങ്ങിച്ചൂടാ നിനക്ക്? എവിടെ ബാലൻസ്? അയാള് ബാലൻസും തരാനില്ല. ഞാനൊരിക്കലും നമ്പറാ. നമ്പർ വണ്ടി പോയാ വൈകിട്ട് വന്ന് ഞണ്ണനാ. ഈ ഏരിയയിൽ എവിടെയോ ആണ് സംഭവം. ഒരു കാര്യം ഞാനോട് ചോദിച്ചു നോക്കും. അമ്മച്ചി ഈ നോൺസൺ ആൻഡ് നോൺസൺ കമ്പനിക്ക് പോണ വഴി അമ്മച്ചി. ജോൺസൺ ആൻഡ് ജെയ്സൺ. അതെ, ജെയ്സൺ ആൻഡ് ജോൺസൺ കമ്പനിക്ക് പോണ വഴി അമ്മച്ചിക്ക് അറിയോ? ആരാണ് നിന്റെ അമ്മച്ചി? എനിക്ക് അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല. നിന്റെ മുഖത്ത് കണ്ണില്ലടാ. എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാ പഠിക്കുന്നേ? ഇടുവാടാ. നിന്റെ അമ്മയുടെ നായരുടെ കോളേജിലുള്ള അമ്മച്ചി ഏത് കോളേജിലെന്നാ പറഞ്ഞേ? പിന്നെ പറഞ്ഞുതരാമോ? പ്രായം കണ്ടാൽ ചർമ്മം തോന്നിക്കേ ഇല്ല. ജെയ്സൺ ആൻഡ് നോൺസെൻസ്. ജോൺസൺ ആൻഡ് ജെയ്സൺ അങ്ങനെയും പറയാം. നോക്കാം. ഹലോ, എന്താ? ലൗഡർ പ്ലീസ്. അത് പറഞ്ഞിരുന്നു. എന്താ സാർ, ഒരു മിനിറ്റ്. ഹലോ, പറയൂ. എന്താ ഈ ജോൺസൺ ആൻഡ് ജെയ്സൺ കമ്പനിയുടെ MD ഒന്ന് കാണാം. അതെ, MD അല്പം തിരക്കിലാണ്, ഒന്ന് വെയിറ്റ് ചെയ്യണേ. പറഞ്ഞോളൂ സാർ. അയ്യോ, വെയിറ്റിംഗിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. 7 ലക്ഷം? ഇത് സാർ 10 ലക്ഷം ആണെങ്കിൽ എങ്ങനെങ്കിലും പറയായിരുന്നു. അതെ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അല്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാം. എന്താണ് നിങ്ങളോടല്ലേ പറഞ്ഞ മിസ്റ്റർ, അവിടെ വെയിറ്റ് ചെയ്യണം. ഹലോ, ടെലിഫോൺ എക്സ്ചേഞ്ചോ? ഇല്ല സാർ, പറഞ്ഞിരുന്നു. അതെ അതെ, ഡെപ്പോസിറ്റിന്റെ കാര്യമേ. അപ്പൊ ഇന്നലെ ഫോൺ ചെയ്തപ്പോഴായിരുന്നു. അല്ല, ഓക്കെ സാർ, ഓക്കെ സാർ. അല്ല സാർ, ഇവിടെ പറയാറേ. എക്സ്ക്യൂസ് മീ, പേര് പറഞ്ഞില്ല? ചോദിച്ചില്ലല്ലോ. എന്റെ പേര് അപ്പു. സ്നേഹമുള്ളവരെന്നെ അപ്പേട്ടേൻ വിളിച്ചോട്ടെ. വിളിച്ചോട്ടെ, സ്നേഹമുള്ളവരല്ലേ? മാഡം, ഈ ഓഫീസിന്റെ അലങ്കാര വസ്തുവാണ്. പിന്നെ മുഖത്തുനിന്ന് കണ്ണെടുക്കാനേ തോന്നില്ല. റിയലി. നീ ഈ ജോലി കിട്ടാവാക്കൂ. അതെ, ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ട്? MD-മാരെ അടുത്ത കാലത്ത് അങ്ങനെ ഒന്ന് കാണാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്, എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പാവടാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ആരാ മനസ്സിലായില്ലല്ലോ? ഞാൻ അനന്തൻ, ഇവൻ അപ്പുക്കുട്ടൻ. മോർണിംഗ്. ഓ, അത് ഞങ്ങൾ ഇവിടെ ജോലിക്ക് വേണ്ടി 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ, അനന്തര അപ്പുക്കുട്ടനല്ലേ? അതെ. അത് ശരി. നിങ്ങൾ വേറെ ജോയിൻ ചെയ്തില്ലേ? ഇല്ല. അല്ല, ഈ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഒന്നും കിട്ടിയില്ലായിരുന്നു. ഇരിക്കൂ. എന്താ ഇവർ അപ്പോയിന്റ്മെന്റ് ഓർഡർ അയക്കാതിരുന്നത്? അതെ സാർ, അത് നോ എക്സ്പ്ലനേഷൻ. ഇപ്പൊ തന്നെ ഇവർ അപ്പോയിന്റ് ചെയ്തിരിക്കണം. ഇതാണ് സാറന്മാരുടെ സീറ്റ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? ഈശ്വര, ഞങ്ങളുടെ മണ്ണിൽ കഞ്ഞി. നല്ല സെറ്റപ്പ് അല്ലേ? സോറി, നൈൻബോർഡ് നല്ല സെറ്റായിട്ടുണ്ട്. ഞങ്ങളെ പോലുള്ള വിദ്യാസമ്പന്നരും സുമുഖനും സുന്ദരനും സുശീലിയുമായ ചെറുപ്പക്കാർ എന്നും ഈ ഓഫീസിനൊരു മുതൽക്കൂട്ടായിരിക്കും. മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും. അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, പുള്ളി പറഞ്ഞ ഒരു ആവേശം കണ്ടിട്ട് ഞാൻ പറഞ്ഞു പോയതാണ്. എന്താ പേര്? പേരാ ചോദിച്ച? പേര് എന്നാ പറഞ്ഞതും? വീട്ടുകാർക്ക് ഇടാൻ കണ്ട പേര് സുന്ദരി. എന്താ 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 പറഞ്ഞ? എന്താ നെയിം ബോർഡ് നന്നായിന്ന് പറയായിരുന്നേ. നോക്കി തന്നെ വാങ്ങിച്ചതേ. ഇവിടെ തന്നെ കാണണേ. അത് ഹലോ, പുരുഷോത്തമൻ പിള്ള സ്പീക്കിംഗ്. ഹലോ, റിയൽ എസ്റ്റേറ്റ് പുരുഷോത്തമൻ പിള്ള സ്പീക്കിംഗ്. ഞാനാ പപ്പനാ. ഈ റിയൽ എസ്റ്റേറ്റിന് ബോർഡ് എഴുതി വെച്ചിട്ട് രാവിലെ കയറി വന്ന് കൂർക്ക വരച്ചുറങ്ങി. ഇന്നത്തെ കാര്യം കൊളാവും.
ഈ പ്രസ്ഥാനം തുടങ്ങിയതിന് ശേഷമാടാ എനിക്ക് ശരിക്കൊന്നും ഉറങ്ങാൻ പറ്റിയത്. അണ്ണന് വൈകി പറ, ഞാൻ ഇരിക്കാം. ആ അല്ല, ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞതാ. കാലത്തെ വന്നു നിന്ന് കീറ ഒരു ചായ വാങ്ങിച്ചോണ്ട് വാടാ. എന്നെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യേണ്ട വിഷയമല്ല ഈ ചായ. അതെന്റെ ഇമേജിനെ ബാധിക്കും. ഇമേജോ? നിനക്കോ? പപ്പാ ആദ്യം അണ്ണന്റെ ഈ കോലൊക്കെ ഒന്ന് മാറ്റ്, എന്നിട്ട് ഈ പാന്റും ഷർട്ടും അങ്ങോട്ട് ഇടും. എവിടെതാ? ലാൻഡ്രി ദാമോദരന്റെ കയ്യിൽ നിന്ന് 2 ദിവസത്തേക്ക് റെന്റിന് മേടിച്ചതാ. വല്ല എയ്ച്ചോ കുഴിച്ചോ പിടിച്ചവന്റെ ആണോ? സ്ഥലത്തെ പ്രധാനപ്പെട്ട ക്രിമിനലിന്റെ ഡ്രസ്സാ. അല്ല, ക്രിമിനൽ അഡ്വക്കേറ്റിന്റെ ഡ്രസ്സാ. അത് ശരി, പേടിക്കാനൊന്നുമില്ല. നല്ല പുലിവാലാവോ? ഞാൻ വല്ല ക്രിമിനൽ കേസ് പ്രതി ആവോ? നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ, ഞാൻ പോയി ഒന്ന് സംസാരിച്ചിട്ട് വരാം. സൂക്ഷിച്ചോണം, അല്ലെങ്കിൽ കാർ ആരെങ്കിലും അടിച്ചോണ്ട് പോകും. അത് കുഴപ്പമില്ല. നിങ്ങളോടല്ലേ മിസ്റ്റർ പറഞ്ഞത്? ആ, തനിക്ക് ജോലിയില്ലെങ്കിൽ എനിക്കൂടെ വേറെ ജോലിയുണ്ട്, വേണം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സാർ. അയ്യോ സാർ, MTs ഇല്ല. പിന്നെ ആരാ ഉള്ളത്? പുതിയതായിട്ട് ജോയിൻ ചെയ്ത 2 ചെറുപ്പക്കാരുണ്ട്, ബിസിനസ് എക്സിക്യൂട്ടീവ്. അത് ശരി. അവരെവിടെ? അവിടെ എന്തെങ്കിലും ജോലി എന്ത് ചെയ്യാൻ? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഞാൻ സാറുമാരെ കാണാൻ വേണ്ടി വന്നതാ. എന്താ കാര്യം? അല്ല, നിങ്ങൾ ബിസിനസ് എക്സിക്യൂട്ടീവ്സ് ആണല്ലേ? ഞാൻ പുരുഷോത്തം പിള്ള, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാ. അതെ, ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു വീടിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. വീടൊരു പ്രശ്നമേ അല്ല, പക്ഷെ എനിക്ക് വലിയൊരു പ്രശ്നം വന്നിരിക്കുകയാണ്. സത്യം തുറന്നു ഒരു തിമിംഗലം വന്ന് ചാടിയിരിക്കുകയാണ്. വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് അവർക്ക് ആവശ്യം. തൽക്കാലം എന്റെ കസ്റ്റഡിയിൽ സാധനമില്ല. 2-3 ദിവസം അവരൊന്ന് പിടിച്ചു നിർത്തണം. തൽക്കാലം ഇതിനോടമസ്ഥന്മാർ നിങ്ങളാണെന്ന് ഞാൻ പറയും. നിങ്ങളത് സമ്മതിച്ചേക്കണം. ബാക്കിയുള്ള കളൊക്കെ ഞാൻ കളിച്ചോളാം. അതാണോ കാര്യം? ആ കാര്യം ഞങ്ങൾ ഏറ്റു. അതെ, ഏക്കാൻ വരട്ടെ. അതെ, ഇത്ര ഫ്രാഡ് പരിപാടിക്ക് ഞങ്ങളെ കിട്ടില്ല. അത് കളാ, ഞാൻ അവരെ വിളിക്കട്ടെ. 4 കോടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുരുഷോത്തം പിള്ളയായിട്ട് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, അതാണ് ഓക്കെ. എന്താ നിന്റെ ഉദ്ദേശം? വെറുതെ വേണ്ടാത്ത പരിപാടിക്കൊന്നും പോണ്ട കേട്ടോ. എടാ, ഇത്രയും വലിയ ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥനാവുള്ള അവകാശം ഓസിന് കിട്ടി ആരെങ്കിലും വേണ്ടെന്ന് വെക്കടാ. ഞാൻ വേണ്ടാന്ന് വെക്കും. ഞഞ്ഞായി എന്ത്? വാ വാ. ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി. ഹലോ, ഇവരുടേതാണ് പ്രോപ്പർട്ടി. പരിപാടി കഴിഞ്ഞാൽ ഉടനെ ഈ പാർട്ടി. നിന്റെ ഗുരുവിനെ ഇപ്പൊ എന്നോട് കാണാറുള്ള സുഗുണ, എന്ത് പറ്റി? അയാളിപ്പോ എന്റെ കൂടെ നടക്കാറില്ല, അതുകൊണ്ടായിരിക്കും നിങ്ങൾ കാണാത്ത. ഫ്രൂട്ട് കുടിക്കാൻ സമ്മതിക്കില്ലെന്നേ. അതെന്താ? ആവോ. ഇങ്ങനെ കാണിച്ചൊക്കെ കാര്യം നമ്മൾ ഇന്നൊരു തുള്ളി തരില്ല. ആ രാജേന്ദ്ര, നാളെ നമുക്ക് ആ തീ വിഴുങ്ങണ ഐറ്റം കാണിക്കാം. പിന്നെ ബാബുവും ലക്ഷ്മിയും കൂടെ ഉള്ള ഡാൻസ് സ്കൂളിന്റെ കവലയിൽ. എന്താ ഉമ്മ ഇത്? മോശമല്ലേ ഇതൊക്കെ? എന്നോട് ചോദിച്ചു നിന്റെ കെട്ടിയോട് ചോദിച്ചു. എന്ത്? അനക്കറിയാം മാധവൻകുട്ടിയെ, എനിക്ക് ചന്തം പാടാ വയസ്സായെന്ന് പറഞ്ഞേ മൂപ്പരോട് പെണ്ണിട്ട് നടക്കുക. ആ ബ്രോക്കർ ഉണ്ടല്ലോ, മൂപ്പർക്ക് പെണ്ണന്വേഷിക്കാൻ നടക്കുക. വിടോ മോനെ. ഹാജിയാർക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ് നേരാണ് മോനെ. ഈ വയസ്സുകാലത്തെ മൂപ്പർക്ക് കാമഭ്രാന്ത് ഇറങ്ങി നടക്കുക. ഇതാരും മാധവൻകുട്ടിയാ. അല്ല, എവിടെ പോയി എന്റെ ചങ്ങായിമാരൊക്കെ? ഞാൻ അവരെ വിളിക്കട്ടെ. ഞാൻ വെറുതെ നിൽക്കാം. ആ ബ്രോക്കർ കുഞ്ഞാലിയല്ലേ ഇപ്പൊ അടിയും കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്? എന്താ കാര്യം? മോനെ, ഓൻ കുറച്ച് ഫോട്ടോ കൊണ്ടുവന്നില്ലേ? എന്ത് ഫോട്ടോ? എന്ത് ഫോട്ടോ അനക്കറിയില്ലേ? നാണുണ്ടോ ഹാജാരെ ഈ പ്രായത്തില്? എടോ, എന്റെ വിഷമം പറഞ്ഞ അനക്കെങ്കിലും മനസ്സിലാവുമെന്ന് ഞാൻ കരുതി. ഓരോ രാജാക്കന്മാരെ വീട്ടിൽ ചെല്ലുമ്പോ ഒരു 3 കെട്ടിയഞ്ച് 4 കെട്ടിയഞ്ച് കേസറ്റ് ഇങ്ങനെ കാണിച്ചിരുമ്പോ കൊതിയാവുകയാണ്.
ഒരിടയിൽ ഞാൻ ഒന്നേ കെട്ടുള്ളൂ എന്ന് പറയാൻ എനിക്ക് നാളാവും അന്നാണ്. പിന്നെ എനിക്ക് എന്താണ് ഒരു കുറവ്? മോനാണെങ്കിൽ ദുബായിൽ ഇപ്പൊ ഒരു ആനയും വാങ്ങിച്ചു, നാളെ ഒരു തടിമില്ലും വാങ്ങും, അത് കഴിഞ്ഞിട്ട് 4-5 കൊപ്രക്കളും. ഇതൊക്കെ നോക്കി നടത്താനായിട്ട് ഞമ്മക്ക് കൂലിക്ക് പെണ്ണുങ്ങൾ വിളിക്കാൻ പറ്റുമോ? അല്ല ഇച്ചിരി പറയാ. ഓ അപ്പൊ ഉമ്മ പറഞ്ഞ ശരിയാണ്. ഓളെന്തേ പറഞ്ഞു? ഹാജർക്ക് മറ്റേ പ്രാന്താണെന്ന്. മറ്റേ പിരാന്ത് കള്ള സോറ്. ഞാൻ അങ്ങോട്ട് വരട്ടെ. ഈ അവസാനം കാണിച്ച ഫോട്ടോ കൊണ്ട് എടുക്കും. ഇതൊക്കെ എത്ര വയസ്സായി? 10ാം ക്ലാസ്സിലാ. പ്രായത്തിൽ കൂട് സാറില്ല, ഞാൻ അഡ്ജസ്റ്റ്. എവിടെയായിരുന്നു ഇത്രയും നേരം? ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോ ഭയങ്കര ചെയ്യണം, അപ്പൊ ഒരു ഫ്രൂട്ട് കഴിക്കാൻ കയറിയതാ. എന്താ ഒരു അവിഞ്ഞ മണം? അത് ഈ ചീഞ്ഞ മാങ്ങോണ്ട് ഉണ്ടാക്കിയതായിരിക്കേ, അതുകൊണ്ടാ ഈ മണം. അയ്യോ, എന്തിനാ ആവശ്യമില്ലാത്ത പണിയൊക്കെ ചെയ്യണേ? കൂടുതൽ ദേഹമാണെങ്കിൽ ഒരു പണിയും ചെയ്യണ്ട. വൈദ്യുതി എത്ര തവണ പറഞ്ഞതാ, മാർഗം ഞാൻ ചെയ്യല്ല. എടി, ആൾക്കാരിയ്ക്കുമ്പോ എന്നെ അസുഖക്കാരനാക്കരുതെന്ന് ഞാൻ പലവണ പറഞ്ഞിട്ടില്ലേ? ചമ്മന്തി. എന്തേ ചേട്ടൻ ഒഴിച്ചെന്നാ ചമ്മന്തി കഴിക്കൂ? അയ്യോ ചേട്ടാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് എന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എടോ, അന്തസ്സും അഭിമാനവും വിറ്റ് ചേട്ടൻ അവിടെ എങ്ങനെ പോയി ഇരുന്നാ പോരെ? വേണ്ട വേണ്ട. എടി, ലക്ഷണമൊത്ത ഒരു പൂവനോട് ഉള്ളപ്പോ പടക്കോഴി കൂവണ്ട. നീ പോടി അപ്പുറത്ത് പോ. ചമ്മന്തിയില്ലേ വേണ്ട? ചമ്മന്തി. വേറെ ആണുങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ചേച്ചി അങ്ങോട്ട് ചെല്ലണമെന്ന് ചേട്ടന് ഇഷ്ടമല്ലെന്ന് അറിയാലോ. നേരത്തെയുള്ള പണിയെല്ലാം ചെയ്തേ ആള് കിടപ്പിലായ നഷ്ടം എനിക്ക്. അച്ഛനെ കൊതിപ്പിക്കാണ്ട് 2 പുതിയ മാജിക് പഠിപ്പിച്ചെന്നെ. മര്യാദയ്ക്ക് എന്നാ നോക്കാം. നിങ്ങൾ വരാൻ വയ്യപ്പോ ഞാൻ കരുതി ഇന്നിനി വരികയല്ലെന്ന്. സരസു, പഴയ ആഹാര സാധനങ്ങൾ എടുത്ത് കാടി വെള്ളത്തിൽ ഇടണ്ട. സുഗുണം വന്നിട്ടുണ്ട്. പഴുത്ത് പിടിക്കുന്നു. പോർച്ചെ അംഗവൈദ്യങ്ങൾ സംഭവിച്ച പപ്പടപടകൾ, പക്കുപടകൾ, പരിപ്പുടകൾ, പഴപൊരികൾ, പൊട്ടിയ പുട്ടുകൾ, വക്കുപൊട്ടിയ ദോശകൾ, അങ്ങനെ എനി ഐറ്റംസ്. ഐ ഹാവ് നോ പ്രോബ്ലം. നീ വെറുതെ മനുഷ്യനെ നാണം കെടുത്തരുത്. എന്റെ ഗുരു കേട്ടിട്ടില്ലേ, ഓൾഡ് ഈസ് ഗോൾഡ്. മാത്രല്ല വയറ് നിറയും ചെയ്യും, ഹാഫ് ചാർജ് ഉള്ളൂ. ചേച്ചി എത്രയായി? ചേച്ചിക്ക് എത്രയാവട്ടെ? ഇവിടെ ഇവിടെ 3 പേര് ബാലൻസ് തരുവേ. വെള്ളം വെള്ളം വെള്ളം. എന്റെ മാധവൻകുട്ടി, ഈ സുഗണൻകുട്ടി നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാനൊരു എരുമക്കുട്ടിയെ വാങ്ങിയേനെ. അല്ല, ഇവനില്ലെങ്കിൽ ഒരു പോത്തിനെ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. എന്തിനാ എരുമ? എരുമയാവുമ്പോ പഴയ ആഹാര സാധനങ്ങൾ തിന്നുകയും ചെയ്യും, പാലും കിട്ടും. ആ ബാബുവും രാജേന്ദ്രനും വീട്ടിൽ പോയപ്പോ നിനക്കൂടെ പൊക്കൂടായിരുന്നു. അപ്പൊ ആശാൻ അവരുടെ കൂടെ പോയാന്ന് കുഴപ്പം? അവരെ പോലെ പൊക്കം കുറഞ്ഞു പോവാ. ഞാനൊരു 10 മിനിറ്റ് ചായക്കടയിൽ നിന്ന പ്രശ്നമായ. നിന്റെ ചായക്കടയിലുള്ള ഇരിപ്പത്ര ശരിയല്ല കേട്ടോ. അയാളൊരു വലിവ് രോഗി മാത്രമല്ല, ആ ശരീരം മുഴുവൻ സംശയമാ. ആശാൻ അതിനെ പറ്റി പേടിക്കണ്ട, എന്റെ ചാരിത്രം സൂക്ഷിക്കാൻ എനിക്കറിയാം. എന്താ പറഞ്ഞേ? ഷൂസിലാണ് കയറി ഇങ്ങോട്ട് കാണിക്കും. അല്ലെങ്കിൽ വേണ്ട, നല്ല ടോർച്ചിടാൻ മറന്നുപോയി. ബാറ്ററി ബാറ്ററി ഇല്ലാത്ത ടോർച്ച് എന്തിനാ കൊണ്ടു നടക്കുന്നത്? ബാറ്ററി കൊണ്ട് നടക്കണേക്കാൾ ഭേദമല്ലേ ടോർച്ച് കൊണ്ട് നടക്കുന്നത്? ആശാൻ തന്നെയല്ലേ പറയാറ് ആവശ്യമില്ലാണ്ട് കാശ് ചെലവാക്കരുന്ന്. ആ ടോർച്ചിങ് തന്നെ ബാറ്ററി ഉണ്ടോ നോക്കട്ടെ. അയ്യോ, സത്യമായിട്ട് ഇതിൽ ബാറ്ററി ഇല്ലേട്ടോ. എന്നാലേ ഒരു മാജിക്കിൽ കൂടി ഞാൻ ഇതിനകത്ത് ബാറ്ററി വരുത്തട്ടെ. അപ്പൊ പഴോ? എന്താ? അല്ല, അപ്പോഴൊന്ന് ചോദിക്കാൻ വരുമായിരുന്നു. എന്റെ പൊന്നാശനെ, എന്നെ കുറച്ച് മാജിക് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ ബാറ്ററിയിൽ ടോർച്ച് വരുത്തല്ലേ. നിന്നെ ഞാനൊരു ചെറിയ മാജിക് ഇപ്പൊ പഠിപ്പിച്ചുതരാം. കഞ്ചക്കിസ്മ കസ്നേന തോര തമ്പി മകരി